ഇസ്രായേൽ നിന്നു കത്തുകയാണ്. ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര സംഘർഷം വർദ്ധിക്കുന്ന വിധത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി നെതന്യാഹുവിനെതിരെ സമരം ചെയ്യുന്നതിൻ്റെ, രൂക്ഷമായി പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇസ്രായേലിൻ്റെ തകർച്ചയാണ്. തകർച്ചയെന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായി ജനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലികൾ, ജൂതന്മാർ വലിയ പ്രതിഷേധം ആ ഭരണകൂടത്തിനെതിരെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ കുറെ വിഡ്ഢികൾ ഇസ്രായേൽ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, നെതന്യാഹു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഞൊളയ്ക്കുന്നത്. എന്നാലോചിച്ച് നോക്കണം, ലോകം മുഴുവൻ നെതന്യാഹുവിനെതിരെയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധവും പ്രകടനങ്ങളുമായി തെരുവുകൾ കീഴടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ച ഇങ്ങനെ നിന്നിട്ടും യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ നമ്മുടെ നാട്ടിലെ കുറെ വർഗീയവാദികൾ, പലസ്തീനിൽ മരിക്കുന്നവരുടെ മതം നോക്കി അവർ മരിക്കേണ്ടവരാണ് എന്ന് വിധി എഴുതുന്ന കുറെ വർഗീയവാദികൾ, ക്രിസ്ത്യാനികളുടെ പേര് കൂടി ചീത്തയാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുറെ തീവ്ര വിഷവിത്തുകൾ, ഈ വിത്തുകൾ ഇപ്പോഴും നമ്മുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ വന്നിട്ട് കുരയ്ക്കുകയാണ്. ഇവരോട് പറയാനുള്ളത്, ഈ ലോകത്ത് നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധമെങ്കിലും തലയ്ക്കുള്ളിൽ വേണം. മസ്തിഷ്കത്തെ മതവും വർഗീയതയും വിഷവും തിന്നാൻ തുടങ്ങിയാൽ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, 10 പൈസയ്ക്ക് കൊള്ളില്ല. അതാണ് പലസ്തീനിലെ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സാധാരണക്കാർ മരിക്കുമ്പോൾ സന്തോഷിക്കുന്ന മനസ്സുള്ള ആളുകളോട് പറയാനുള്ളത്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുകയാണ്. അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ മരിച്ചു കിടക്കുന്ന സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ മരിക്കേണ്ടവരാണ് എന്ന് ആക്രോശിക്കുന്ന ഇവിടെയുള്ള കേരളത്തിലെ മലയാളികളായ കുറേ വിഷജന്മങ്ങളെക്കുറിച്ച് ഓർത്ത് സഹതാപം പോലും തോന്നുന്നില്ല. വല്ലാത്തൊരവസ്ഥ. അവരറിയേണ്ട കാര്യമാണ് പറയുന്നത്. ഇസ്രായേൽ വലിയ തകർച്ചയിലേക്കാണ്. ഇസ്രായേലിനുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ ഭരണകൂടത്തിനെതിരെ ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ സുരക്ഷാ ഭീഷണി പ്രദാനം ചെയ്തുകൊണ്ട് ഹിസ്ബുള്ള വീണ്ടും ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആ വീഡിയോ ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇസ്രായേലിലെ സുരക്ഷാ മന്ത്രാലയം, അത് സ്ഥിതി ചെയ്യുന്ന ഹക്കരിയ കെട്ടിടം, എണ്ണ സംഭരണികൾ, അതായത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സംഭരണികൾ, ഇലക്ട്രിക് സ്റ്റേഷനുകൾ, അതായത് വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകൾ, അതുപോലെ ഇലക്ട്രിക് സ്റ്റേഷനുകളുടെ ഒപ്പം ഉപഗ്രഹ ബേസുകൾ, അതുപോലെ തന്നെ സൈനിക താവളങ്ങൾ, അതുപോലെ പോർ വിമാനങ്ങളുടെ അത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച ദൃശ്യങ്ങൾ, ഇതൊക്കെയാണ് ഹിസ്ബുള്ള തുടർച്ചയായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഹമാസിനെ പോലെയല്ല, ഇസ്രായേലിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ലെബനിൽ നിൽക്കുന്ന ഒരു സായുധ ഗ്രൂപ്പാണ്. റഷ്യയുടെയും ഇറാൻ്റെയും ചൈനയുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു മിലിറ്റന്റ് വിഭാഗമാണവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഭീഷണി ഈ ഹമാസിൻ്റേതുപോലെ ആയിരിക്കില്ല. ഹമാസിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ അത് ഈ ഗസയിലാണുള്ളത്. ഗസയിൽ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ പടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കുന്നു, നിരവധി ഇസ്രായേലി സൈനികരെ കൊന്നു തള്ളുന്നു, ഇസ്രായേലി സൈനികരെ കെണിയിൽ വീഴ്ത്തുന്നു, ഗർത്തത്തിനുള്ളിൽ വെച്ച് പല രീതിയിൽ കൊല്ലുന്നു. ഇതൊക്കെയാണ് ഗസയിൽ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ പ്രതിരോധം അതിശക്തമായതുകൊണ്ട് തന്നെയാണ് 8 മാസമായിട്ടും നിന്നിടത്ത് നിന്ന് തന്നെ ഈ ഇസ്രായേൽ സൈന്യം കറങ്ങുന്നത്. നെതന്യാഹു ഓരോ ദിവസവും തള്ളി മറിക്കുകയാണ്. ഇപ്പോൾ ഹമാസിനെ തീർക്കും, ഇപ്പോൾ ഗസ പിടിക്കും, ഇപ്പോൾ ബന്ദികളെ കൊണ്ടുവരും. 8 മാസമായിട്ട് ആശാൻ ഒരേ വർത്തമാനം തന്നെയാണ് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് രോമാഞ്ചം കൊള്ളുന്ന കുറേ വിഡ്ഢികളും പമ്പര വിഡ്ഢികളും നമുക്കിടയിലുണ്ട്. അല്ലാതെ 8 മാസമായി നെതന്യാഹു പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരിച്ചടി അതുപോലെ കിട്ടുന്നു, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ റഫ ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞിറങ്ങി പുറപ്പെട്ടിട്ട് റഫയിൽ നിന്ന് പോലും വലിയ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നുണ്ട്. ഇസ്രായേലി സൈനികർക്ക് വലിയ തോതിലുള്ള അംഗഭംഗം ഉണ്ടാകുന്നുണ്ട്. പലസ്തീൻ ജനതയെ കൊന്നു തള്ളുക എന്ന ലക്ഷ്യത്തോടു കൂടി സാധാരണക്കാരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊന്നു തള്ളുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന സേനയ്ക്ക് ഹമാസ് വലിയ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്, മറിച്ച് സാധാരണക്കാരായ ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക്, അഭയാർത്ഥി ക്യാമ്പുകൾക്കിടയിലേക്കൊക്കെ കൊലപ്പെടുത്തണമെന്ന വെറിയോടുകൂടി പോകുന്ന, മനുഷ്യരെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത കുറേയേറെ ജന്മങ്ങൾ അവർക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഹമാസിൻ്റെ ഒരു തിരിച്ചടി ഗസയിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ ഒരു വലിയ ഭീഷണി ഇസ്രായേലിനെ തേടിയെത്തുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ മേഖലകളുടെ ഒക്കെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ട്. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ചാര ഏജൻസിയാണ്, ചാര സംഘടനയാണ് മൊസാദ് എന്നാണ് അവർ പറയുന്നത്.
അതുപോലെ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ പിന്തുണയുണ്ട് ഇസ്രായേലിന്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് അവരുടേതായ രഹസ്യ ഏജൻസികൾ, സൂക്ഷ്മ നിരീക്ഷണ മാർഗങ്ങളൊക്കെയുണ്ട്. പല രാജ്യങ്ങളെയും യുദ്ധസമയത്തൊക്കെ ഇസ്രായേൽ സഹായിക്കാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ചാര ഏജൻസികളും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും ഒക്കെ മറ്റു പല രാജ്യങ്ങളെയും അവരുടെ രാജ്യങ്ങൾ യുദ്ധത്തെ നേരിടുന്ന സമയത്ത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വലിയ ചാര ഏജൻസികളുണ്ട്, സുരക്ഷാ കണ്ണുകളുണ്ട് എന്നൊക്കെ പറയുന്ന ഇസ്രായേൽ അവരുടെ നാട്ടിലെ സുപ്രധാനമായ, തന്ത്രപ്രധാനമായ, അതീവ സുരക്ഷാ മേഖലയ്ക്കുള്ളിലുള്ള പ്രദേശങ്ങളുടെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിടുന്നത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. നെതന്യാഹു തീർച്ചയായും അമ്പരന്നിട്ടുണ്ടാകും, ഭയന്നിട്ടുണ്ടാകും. കാരണം തങ്ങളുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം, അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഇസ്രായേൽ, അവരുടെ ഭരണാധികാരിയായുള്ള ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിലേക്ക് കയറി അടിക്കും, ലെബനനിലേക്ക് ഗസ മോഡൽ യുദ്ധം വ്യാപിപ്പിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് നമ്മൾ കാണുന്ന സമയത്ത് ഹിസ്ബുള്ള ഒരു ഭയവുമില്ലാതെ കുറേ ദൃശ്യങ്ങൾ അങ്ങ് പുറത്തുവിടുകയാണ്. അത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ദൃശ്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തത്? ഡ്രോണുകൾ വഴിയാണ്. ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിൽ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഡ്രോണുകൾ അയച്ച് ആ ദൃശ്യങ്ങൾ, അവിടുത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ മുഴുവൻ അങ്ങ് പകർത്തി പബ്ലിഷ് ചെയ്യാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് തുറമുഖ പട്ടണമായ ഹൈഫയിലെ വ്യോമസേന ആസ്ഥാനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതേപോലെ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പകർത്തി പുറത്തുവിട്ടിരുന്നു. ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിൻ്റെ എന്ത് സുരക്ഷിതത്വമുണ്ടെന്നാണ് പറയുന്നത്. ഈ യുദ്ധം വലിയ തോതിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 8-9 മാസമായി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ, വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 മാസമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലും ഹിസ്ബുള്ളയും പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹിസ്ബുള്ളയുമായി ലെബനനിലേക്ക് ആക്രമണം നടത്താൻ പോവുകയാണെന്ന് ഇസ്രായേൽ പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ കയറി നിരങ്ങിയിട്ടുണ്ട്. ആ ഡ്രോണുകൾക്ക് പകരം മിസൈലുകളോ റോക്കറ്റുകളോ അല്ലെങ്കിൽ സ്വയം പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകളോ ആയിരുന്നെങ്കിലോ ഇസ്രായേലിന് എന്ത് വലിയ നാശനഷ്ടമാകും ഉണ്ടാവുക. ഈ ദൃശ്യങ്ങളിൽ എണ്ണ സംഭരണികളുടെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ എണ്ണ സംഭരണികളിലേക്കൊക്കെ ഇതേപോലെ, അതായത് ദൃശ്യങ്ങൾ പകർത്താൻ ഡ്രോണുകൾ അയക്കാൻ കഴിയുമെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് വേറെന്തെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കാമായിരുന്നില്ലേ? അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകില്ലേ? ബോംബ് വീണാൽ തകരാത്ത സ്ഥലമൊന്നുമല്ലല്ലോ ഇസ്രായേൽ. അപ്പോൾ പറയാനുള്ളത്, ഈ നെതന്യാഹു ഈ ഗസയിൽ ആക്രമണം നടത്തുന്നു, ഇനി ലെബനനിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി യുദ്ധം ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകണമെന്ന വാശിയിൽ നെതന്യാഹു നീങ്ങുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ഇസ്രായേലിന് കൂടിയാണ്. ലെബനനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ലെബനൻ തകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗസ ഏതാണ്ട് തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അവരുടെ നേട്ടം, അവരുടെ ലക്ഷ്യം അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിസിക്കലി വലിയ തോതിലുള്ള നാശനഷ്ടം ഗസയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേൽ, ഒരു സംശയവും വേണ്ട. പക്ഷേ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അതുകൊണ്ടും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഹമാസിൻ്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ചൂളി നിൽക്കുകയാണ് ഇസ്രായേൽ, ഒരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് പറഞ്ഞത്? ഞങ്ങൾ യുദ്ധത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയാണ് ഗസയിലെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ പ്രതിഷേധം കണ്ടുകൊണ്ടാണ്. ജനങ്ങൾ ഇളകി മറിയുകയാണ്. നെതന്യാഹുവിനെതിരെ രൂക്ഷമായി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ കാണൂ, കണ്ടില്ലേ? എത്രയോ ആളുകളാണ്, ഇസ്രായേലിൻ്റെ കൊടിയും പിടിച്ച് ദേശീയവാദികൾ, ജൂതന്മാരാണ് ഈ യുദ്ധത്തിനെതിരെ നടക്കുന്നത്. അല്ലാതെ അവിടുത്തെ മറ്റേ ആളുകളല്ല. ഈ വർഗീയവാദികൾ പറയുന്നത് പോലെ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നവരൊക്കെ ചില ആളുകളാണ്, ചില ബ്രാൻഡ് തരാറുണ്ടല്ലോ. ഞാനടക്കം അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ബോധമുള്ള ജനങ്ങൾ മുഴുവൻ ഈ യുദ്ധത്തിനെതിരാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഈ വിധത്തിൽ നീങ്ങുമ്പോൾ അത് ഇസ്രായേലിൻ്റെ സുരക്ഷാ ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ലാത്ത ആളുകളാണ്. അവർ പറഞ്ഞത് നിയമങ്ങളില്ലാത്ത യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്നാണ്. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ വീഡിയോകൾ, സ്ഥലങ്ങളുടെ വീഡിയോകളൊക്കെ ഡ്രോൺ വിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അതിലും വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഇസ്രായേലിൻ്റെ നഗരങ്ങൾ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഏത് നിമിഷവും നിലം പൊത്തുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ US സെൻട്രൽ ഏജൻസിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ സായുധ ഗ്രൂപ്പാണ്. അവർ തുടർച്ചയായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ്. അതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് അവരുടെ പക്കൽ
റഷ്യയും ഇറാനും ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ചൈനയും ഒക്കെ നൽകുന്ന ആയുധങ്ങളുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അത് US സെൻട്രൽ ഏജൻസി പോലും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും വലിയ ആയുധ ശേഖരവുമായി ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തോളം റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഉണ്ട് എന്ന് US സെൻട്രൽ ഏജൻസി പറയുന്ന ആ കണക്കുകൾ, അത് അത്രയും വലിയ സന്നാഹങ്ങളുള്ള ഹിസ്ബുള്ളയെ അങ്ങനെ എളുപ്പത്തിലൊന്നും തളയ്ക്കാനോ തിരിച്ചടിക്കാനോ ഇസ്രായേലിന് സാധിക്കില്ല. അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ ഇസ്രായേലിൻ്റെ കാര്യം കട്ടപ്പുകയാകും. ഏതാണ്ട് അതിൻ്റെ സൂചനകൾ കാണുന്ന വിധത്തിലാണ്. ഒരു നിമിഷം കൊണ്ട് ഇസ്രായേൽ നിലം പൊത്തിയേക്കാം എന്ന് പറയാവുന്ന അപകടകരമായ സാഹചര്യത്തിലേക്കാണ് ഇസ്രായേലിനെ നെതന്യാഹു കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ലെബനനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ ഏജൻസികൾ നൽകുന്ന വിവരം. അങ്ങനെ ഉണ്ടായാൽ അത് ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഗസയുടെ ശാപം, ഗസയിലെ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ ശാപം ആ വിധത്തിലായിരിക്കാം ഇസ്രായേലിനെ വേട്ടയാടാൻ പോകുന്നത്.